നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ യൂട്യൂബിന്റെ പുതിയ ഓപ്ഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങൾക്ക് വേണ്ടി എന്തും മറികടക്കാൻ ഈ വ്യക്തി തയ്യാറാണ്. ഈ പ്രണയബന്ധത്തിൽ ബാധിച്ചിരിക്കുന്ന ചില നെഗറ്റീവായ ഊർജത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ ഈ വ്യക്തി ശ്രമിക്കുന്നു. അതെ, ഇന്നത്തെ വായനയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുവാൻ പോകുന്നത് ഈ പ്രണയബന്ധത്തിൽ ബാധിച്ചിട്ടുള്ള നെഗറ്റീവ് ഊർജങ്ങളെയും അതുപോലെ അതിൽ നിന്നും മറികടക്കുവാൻ ഈ വ്യക്തി അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടോ, തയ്യാറാകുന്നുണ്ടോ, നിങ്ങളിലേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടോ, പഴയതുപോലെ വളരെ സ്നേഹത്തോടു കൂടിയും ലാവണ്യത്തോടു കൂടിയും ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. മുഴുവനുമായിട്ടുള്ള ഊർജം നിങ്ങൾക്ക് ഈ വായനയിൽ നിന്നും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുറച്ച് പ്രണയ സന്ദേശങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആദ്യമായിട്ടുള്ളൊരു ഊർജം എന്ന് പറയുന്നത് സീക്രട്ട് ആക്ഷൻ തന്നെയാണ്. ഡിസിസീവ് ഫോക്കസ്. അതെ, ഈ വ്യക്തി വേറെ പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു പക്ഷേ തിരക്കേറിയ ഒരു ജോലിക്കാരനോ ജോലിക്കാരിയോ ആയിരിക്കാം, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ പ്രണയബന്ധം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് അത്രയും അങ്ങോട്ട് ആഴത്തിലേക്ക് ആസ്വദിക്കുവാനോ അനുഭവിക്കുവാനോ സന്തോഷിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധമാണെങ്കിൽ പോലും നിങ്ങൾ പലതരത്തിലുള്ള സാഹചര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കും തോറും ഈ വ്യക്തിക്ക് അതിന് സമയം ലഭിച്ചിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ വഴക്കടിക്കാറുണ്ട്. അതായത് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് മുഴുവനുമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം വേറൊന്നുമായിട്ടല്ല, അപ്രതീക്ഷിതമായി ചില മോശപ്പെട്ട കാര്യങ്ങൾ ഈ പ്രണയബന്ധത്തിൽ സംഭവിച്ചത് കൊണ്ട് തന്നെയാണ്. അത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വേർപിരിയലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കുറെ നാളായിരിക്കാം ആയിട്ടുണ്ടാകാം മനസ്സുകൊണ്ട് സംസാരിച്ചിട്ട്, മനസ്സ് നിറഞ്ഞ് ഒന്ന് സംസാരിച്ചിട്ടും മനസ്സ് തുറന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നുള്ള സന്തോഷപരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവെച്ചിട്ട് ഒട്ടനവധി നാളുകളായിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഇത്രയും വലിയൊരു അവസ്ഥ വരുമെന്നും ഇത്രയും വലിയൊരു അകൽച്ച സൃഷ്ടിക്കപ്പെടുമെന്നും നിങ്ങൾ രണ്ടുപേരും, അതിനേക്കാൾ കൂടുതൽ ഈ വ്യക്തി ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മാലാഖമാരുടെ ഒരു സഹായമാണ് ഈ വ്യക്തിയിലേക്കും ഈ പ്രണയബന്ധത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഫെമിനൈൻ എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അതൊരു സ്ത്രീയുടെ ഊർജത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള എനർജിയും മാഗ്നറ്റിക് എനർജിയുമാണ്. ഇപ്പൊ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു കാന്തിക ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ കാന്തിക പ്രവാഹം നിങ്ങളിലും ഈ വ്യക്തിയിലും നിറഞ്ഞു തുളുമ്പുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷെ ഇത് നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ പ്രഥമ ദൃഷ്ടിയാൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടണമെന്നില്ല. കാരണം ഇത് തീർത്തും ഒരു ആത്മീയപരമായിട്ടുള്ള മാറ്റമാണ്. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മാവിൽ വന്നിരിക്കുന്ന ഒരു പുതിയ ഇമോഷൻ, ഫീലിങ്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങളാണ് സ്ത്രീ എങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വളരെയധികം ആകർഷണം തോന്നിക്കുകയും ഒരു കാന്തിക ശക്തി നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രണയബന്ധത്തിന്റെ ശക്തി അല്ലെങ്കിൽ ഊർജം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം ഒരു ഗുഡ് ലക്കിലേക്കാണ്. അത് നമുക്ക് തീർത്തും പറയുവാൻ സാധിക്കും. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തി ഈ പ്രണയബന്ധത്തിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ തേടിപ്പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഊർജം, ഈ നെഗറ്റീവായിട്ടുള്ള ഊർജ തന്ത്രങ്ങൾ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുള്ളത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള കമ്മിറ്റ്മെന്റിൽ തന്നെയാണ്.
ഇപ്പൊ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഈ പ്രണയബന്ധം കൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത്, ഇത് എന്തിലേക്ക് എത്തിച്ചേരുവാനാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ തടസ്സപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ തടസ്സപ്പെടുന്നതെന്നും എന്ത് കാരണത്താലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുമുള്ള 1000 ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യവുമായി നിങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യുവാൻ ഈ വ്യക്തിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി അതിനൊന്നും തയ്യാറായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഒരുപാട് സ്വപ്നങ്ങളും തിരിച്ചറിവുകളും ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് പറയാതിരിക്കാനാവില്ല. കാരണം നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാർഡിലൂടെ കാണുവാൻ സാധിക്കുന്നത്. ഇത് ഡ്രീംസ് എന്ന് പറയുന്ന കാർഡാണ്. സ്വപ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യവും ആകാം. ചില സ്വപ്നങ്ങളാണെങ്കിലോ നമ്മളുടെ മുന്നോട്ടുള്ള ഭാവിയെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സ്വപ്നവും ആകാം. അപ്പൊ നമ്മുടെ മുന്നോട്ടുള്ള ഭാവിയിൽ എന്തൊക്കെയാണോ സംഭവിക്കാനായിട്ട് പോകുന്നത് അതിനെ ആസ്പദമാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു സൂചന ആ ഒരു സ്വപ്നത്തിൽ നിന്നും നമ്മൾക്ക് ദർശനം ലഭിക്കുന്നതാണ്. ഇവിടെ തീർത്തും ഈ വ്യക്തിക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടായതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അത് പല രീതിയിലും ഈ വ്യക്തി ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പലതും ഈ വ്യക്തിയുടെ മനസ്സിൽ മായാതെ കിടക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രധാന ഒരു വാതിലാണ് അടഞ്ഞു പോയിട്ടുള്ളത്. ഇത് മറ്റാരോ മനഃപൂർവ്വം അടച്ചിട്ടുള്ളതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഈ പ്രണയബന്ധം വളരെയധികം വിശാലമായതും സ്വാതന്ത്ര്യമുള്ളതും സ്റ്റെബിലിറ്റിയോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രണയബന്ധം തന്നെയായിരുന്നു. പക്ഷെ അത് എപ്പോഴൊക്കെയോ ഒരു വലിയ വാതിൽ ആരൊക്കെയോ കൊട്ടിയടക്കപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ ഒരു മുറിയിലും ഈ വ്യക്തി വേറെ മുറിയിലും ആയിപ്പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ മുഴുവനുമായി അടഞ്ഞിരിക്കുന്നു. അതിലേക്ക് ഈ വ്യക്തിക്ക് കയറുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഏറെ കാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ വഴക്കടിക്കലാണ് കൂടുതലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടിയും പരിചരണയോടു കൂടിയും വളരെയധികം സന്തോഷത്തോടു കൂടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം കൂടിക്കഴിഞ്ഞാൽ അതൊരു വഴക്കടിയിലേക്കും വാക്ക് തർക്കത്തിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ യാത്രയെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വ്യക്തി ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നും നിങ്ങളിലേക്ക് വരുവാനോ അല്ലെങ്കിൽ നിങ്ങളുമായി നേരിട്ട് കണ്ട് ഒന്ന് സംസാരിക്കുവാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. എങ്കിൽ മാത്രമേ ഇതിൽ യഥാർത്ഥത്തിലുള്ള ഒരു നീതിയും ന്യായവും നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്താഗതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ ഒരുപാട് തരത്തിലുള്ള അർത്ഥവത്തായ കാര്യങ്ങൾ അനാവശ്യമായി കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി പറയുമ്പോഴും ഈ വ്യക്തി വിചാരിക്കുന്നത് അത് നെഗറ്റീവായിട്ടാണ്. കാരണം അങ്ങനെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മറ്റാരൊക്കെയോ ഈ പ്രണയബന്ധത്തിന്റെ ഉള്ളിൽ കിടന്ന് നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായി പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ചിന്താഗതിയും തിരിച്ചറിവും ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തീർത്തും ഈ വ്യക്തി തീർച്ചയായിട്ടും ഫ്രണ്ട്ഷിപ്പിനാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് സൗഹൃദത്തിലേക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ യാതൊരു കാരണവശാലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഡീല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. അതുകൊണ്ട് തീർത്തും മറ്റുള്ളവരുടെ സാന്നിധ്യവും സഹായവും ഈ വ്യക്തി എന്നേക്കുമായി ആഗ്രഹിക്കുന്നു, വേണമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ സഹായങ്ങൾ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ചോദിക്കുന്നുമുണ്ട്, ആവശ്യപ്പെടുന്നുമുണ്ട്. തീർത്തും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇവിടെ നമുക്ക് ഏതാനും ചില മോശപ്പെട്ട എനർജിയെ വളരെ വ്യക്തമായി ഈ ഒരു കാർഡിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഒരു സ്ത്രീ വളരെയധികം ഒരു നെഗറ്റീവ് എനർജിയോട് കൂടിയാണ് നിൽക്കുന്നത്. അവയുടെ മടിയിൽ ഒരു അസ്ഥികൂടത്തെയും ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് എന്തൊക്കെയോ ഒരു പ്രാർത്ഥനകൾ ചെയ്യുന്നതായും മന്ത്രങ്ങൾ ഉരുവിടുന്നതായും നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിലായിരിക്കാം പലപ്പോഴും നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിലാണ് സ്വഭാവ ദൂഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പേഴ്സണുമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാം, സംസാരിക്കാം എന്ന് വിചാരിക്കുമ്പോഴും നിങ്ങൾ പോലും വിചാരിക്കാതെയാണ് വളരെ പെട്ടെന്ന് ദേഷ്യവും അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്വഭാവ പ്രകൃതം വരുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് പോലും അതിനെ നിയന്ത്രിക്കാൻ പറ്റാറില്ല. ദേഷ്യപ്പെട്ട് കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും നിങ്ങളോ അല്ലെങ്കിൽ ഈ വ്യക്തിയോ വിചാരിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ദേഷ്യപ്പെട്ടത് എന്നുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള മറഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു.
അത് മാത്രമല്ല ഈ വ്യക്തിയുടെ വീട്ടിൽ ഇരിക്കാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റെവിടെയും ഈ വ്യക്തിക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ വ്യക്തി കംഫർട്ടബിൾ ആണ്, പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള ചിന്താഗതി അപ്പാടെ തന്നെ മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിലും മറ്റു മിത്രാദികളിൽ നിന്നുമാണെങ്കിലും ഈ വ്യക്തി കുറച്ചകലം പാലിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വേറൊന്നുമായിട്ടല്ല, ആരോട് വിരോധവുമായിട്ടല്ല, പക്ഷെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഈ വ്യക്തിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയബന്ധത്തിൽ കൊട്ടിയടക്കപ്പെട്ട വാതിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി മുൻകൈ എടുത്തുകൊണ്ട് തുറക്കുക തന്നെ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ്. അത് ഏറ്റവും കൂടുതൽ സീക്രട്ട് ആക്ഷൻ ആയിരിക്കും. അതായത് ദൈവികമായിട്ടുള്ള, ദൈവത്തിന്റെ അംശമുള്ള, അനുഗ്രഹമുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എടുക്കുവാനായി പോകുന്നത്. തീർത്തും ഈ വ്യക്തി ഒറ്റക്കല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഉറപ്പായിട്ടും കൂടെയുള്ള സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റു പലവരുടെയും ഊർജം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല പോർട്ടൽ എനർജി നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റ് മൈൻഡ് അവേക്കണിംഗ് ആൻഡ് കോൺഷ്യസ്നെസ് ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഉപബോധ മനസ്സിലാണ് ഇവിടെ കുറെ കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും സ്വപ്ന ദർശനങ്ങളിലൂടെ മാത്രമാണ്. അത് മാത്രമല്ല പോർട്ടൽ എന്ന് പറയുമ്പോൾ 99, 88, 33 അങ്ങനെയുള്ള പോർട്ടലുകൾ ദിവസങ്ങൾ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ജനുവരി മാസം 1-ാമത്തെ മാസമാണ്. അപ്പോൾ ജനുവരി മാസം 1-ാം തീയതി 11 പോർട്ടലാണ് വരുന്നത്. അതുപോലെ എല്ലാ മാസവും അതിൻ്റെതായിട്ടുള്ള ഊർജത്തിലുള്ള പോർട്ടലുകൾ ഉണ്ട്. അത്തരം ദിവസങ്ങളിലും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ തിരിച്ചറിയുന്നതായും പല കാര്യങ്ങൾ വ്യക്തമാകുന്നതായും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്തു തന്നെയായാലും ഇവിടെ മെസ്സഞ്ചർ ഓഫ് വാട്ടറും മെസ്സഞ്ചർ ഓഫ് ഫയറിന്റെ ഊർജവുമാണ് ലഭിച്ചിട്ടുള്ളത്. തീർത്തും ഒരു സംസാരത്തെയും അല്ലെങ്കിൽ കോളിനെയും അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ വളരെ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേഷൻ ലഭിക്കാൻ പോകുന്നതുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മെസ്സഞ്ചർ എന്നതുപോലും അതൊരു ദൂതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സംസാരത്തെയും അപ്രതീക്ഷിതമായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള മനസ്സ് തുറന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിന്നെ അപമാനിച്ചു, എനിക്ക് മാപ്പ് തരണം, എനിക്കൊരു അവസരം തരണം. അതെ, അതുപോലെ തന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തിയായ വ്യക്തിയാണ് നീ. നമ്മളുടെ കല്യാണം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. അതെ, ഇത്രയും കാര്യങ്ങളാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.